നമസ്കാരം. കേരള ഗവർണറും കേരള സർക്കാരും തമ്മിലുള്ള, പ്രത്യേകിച്ച് പിണറായി വിജയനും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്ന് പറയാം. അതിൻ്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് നവകേരള സദസ്സ് നടക്കുമ്പോഴാണ്. ആ സമയത്താണ് SFIയുടെ നേതൃത്വത്തിൽ, അതായത് CPMൻ്റെ വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ സംസ്ഥാന സെക്രട്ടറി കേരള ഗവർണർ കാവ്യവൽക്കരണം നടത്തുന്നു എന്നുള്ള ആരോപണവുമായി രംഗത്ത് വരികയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരളത്തിലെ ഒരു ക്യാമ്പസിൽ പോലും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തുന്നതും അതൊരു വെല്ലുവിളിയായി ഗവർണർ ഏറ്റെടുക്കുകയും കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 3 ദിവസം താമസിക്കുകയും ചെയ്തു അദ്ദേഹം. അതിനു മുൻപ് SFIയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കാർ തടയുകയും 2-3 സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാർ തടയുകയും 4ാമത് ഒരു വട്ടം കൂടി കാർ തടയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം കാറിൽ നിന്ന് ചാടിയിറങ്ങി SFI പ്രവർത്തകരെ നേരിടുകയും ചെയ്തതൊക്കെ വലിയ തോതിൽ ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപാണ് നടൻ സുരേഷ് ഗോപിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയത്. സാധാരണ അദ്ദേഹം കൊച്ചിയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിലെത്തുമ്പോൾ സ്വീകരിക്കാൻ പോകുന്ന പതിവൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കാറില്ല. എന്നാൽ പതിവിന് വിപരീതമായി ഇത്തവണ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി എത്തിയിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ ഗവർണർ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തി. രണ്ടുപേരും പരസ്പരം ഒരേ വേദിയിൽ കണ്ടുമുട്ടിയിട്ടും മുഖം വീർപ്പിച്ച് നിൽക്കുന്ന രംഗമാണ് മലയാളികൾ കണ്ടത്. എന്നാൽ അതിനൊക്കെ വെല്ലുന്ന ഒരു രീതിയിലുള്ള പ്രകടനമായിരുന്നു ഇന്ന് നിയമസഭയിൽ കാണാൻ കഴിഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറയുന്നത് ഗവർണറുടെ നിയമസഭയിലെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ നടത്തുന്ന ഒരു ചടങ്ങാണ്. എന്നാൽ ഇന്ന് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വെറും ഒരു ചടങ്ങ് മാത്രമാക്കി തീർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തുവാനായി നിയമസഭയിലെത്തിയപ്പോൾ അതിനെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്പീക്കറുമൊക്കെ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത്. എന്തെങ്കിലും തങ്ങളുടെ എന്തു തന്നെയായാലും തങ്ങളുടെ കീഴിൽ, തങ്ങളുടെ പിടിയിലേക്ക് ഗവർണർ വന്നു എന്ന രീതിയിലൊക്കെയാണ് അവർ ധരിച്ചത് എന്ന് തോന്നുന്നു. പക്ഷേ വെറും 1 മിനിറ്റ് മാത്രം എടുത്താണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗ ദിവസം നിയമസഭ സാധാരണ പൂർണ്ണമായും ഗവർണറുടെ നിയന്ത്രണത്തിൽ ആയിരിക്കേണ്ടതാണ് എന്നാണ് ചട്ടം. പ്രസംഗ നിയന്ത്രണം ഏറ്റെടുത്ത് ഗവർണർ രാജ്യത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഒരു നയപ്രഖ്യാപന പ്രസംഗം എന്ന റെക്കോർഡ് ഇടുകയാണ് ഇന്ന് ചെയ്തത്. സഭയുടെ കണക്കനുസരിച്ച് 1 മിനിറ്റും 24 സെക്കൻഡും മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പ്രസംഗം വെട്ടിച്ചുരുക്കി പ്രതിഷേധം അറിയിച്ചതോടെ സർക്കാരുമായുള്ള പോരാട്ടം വരും ദിവസങ്ങളിലും തുടരും എന്ന് മാത്രമല്ല, പിണറായി സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിന് അദ്ദേഹം തുടക്കമിടുകയാണ് വീണ്ടും ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ശരിക്കും ഇത് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിച്ചുവെങ്കിലും സഭയിൽ ശരിക്കും വിയർത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. കാരണം ഏറ്റവും ഹ്രസ്വമായ പ്രസംഗം നടത്തിയത് ഇത് ചരിത്ര സംഭവമാക്കി മാറ്റുക കൂടിയായിരുന്നു ഗവർണർ ചെയ്തത്. അത് കേരള സർക്കാരിനെതിരെയും കേരള മുഖ്യമന്ത്രിക്കെതിരെയുമുള്ള ഒരു വലിയ പ്രയോഗമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ചരിത്ര റെക്കോർഡായിട്ട് എന്നും നിലനിൽക്കുന്ന തരത്തിലേക്ക് മാറ്റുക കൂടിയാണ് ഗവർണർ ചെയ്തതെങ്കിൽ അത് ഗവർണർ വീണ്ടും പിണറായിയുടെ മേലുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കൽ കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് വിറപ്പിക്കുക കൂടിയായിരുന്നു ലക്ഷ്യമെന്നും വേണമെങ്കിൽ കണക്കാക്കാം. ഏറ്റവും ഹ്രസ്വമായ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചതിൻ്റെ റെക്കോർഡ് നേരത്തെ ബീഹാർ ഗവർണറായിരുന്ന DY പാട്ടീലിനായിരുന്നു. അത് 2014 ഫെബ്രുവരി 15 അദ്ദേഹം വെറും 5 മിനിറ്റ് എടുത്ത് നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. 2 ഖണ്ഡിക മാത്രമാണ് അദ്ദേഹം വായിച്ചത്. ഗവർണറുടെ ആരോഗ്യം അന്ന് മോശമായിരുന്നതിനാൽ അത് വലിയ തോതിൽ വിവാദമായില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ ഗവർണർ ജ്യോതി വെങ്കടാചലത്തിൻ്റെ പേരിലായിരുന്നു ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ റെക്കോർഡ്. 6ാം കേരള നിയമസഭയുടെ 7ാം സമ്മേളനത്തിലാണ് അങ്ങനെ അദ്ദേഹം 6 മിനിറ്റിൽ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ചത്. അന്ന് കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. പ്രസംഗത്തിലെ ഭാഗങ്ങൾ ഹിതകരമല്ലെങ്കിലോ വിവാദങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിലോ അത്തരം ഭാഗങ്ങൾ വായിക്കാതെ വിടാനുള്ള സ്വാതന്ത്ര്യം ഗവർണർക്ക് പൂർണ്ണമായുമുണ്ട്. വായിക്കാതെ ചില ഭാഗങ്ങൾ മാത്രം വായിച്ച് പ്രസംഗം അവസാനിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഗവർണർക്കുണ്ട്. ഗവർണർ പ്രസംഗം മുഴുവൻ വായിക്കാതെ സഭയുടെ മേശപ്പുറത്ത് വെച്ചാലും അത് അദ്ദേഹം അവതരിപ്പിച്ചതായി അല്ലെങ്കിൽ വായിച്ചതായി പരിഗണിക്കപ്പെടും എന്നതും സഭയിലുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം
തുടക്കം മുതൽ തന്നെ അവിടെ നിയമസഭയിലേക്ക് വന്നത് മുതൽ തന്നെ സർക്കാരിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം ശക്തമായി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിർളിക്കുന്നുണ്ടായിരുന്നു. അക്ഷോഭ്യനായിട്ടാണ് അദ്ദേഹം കടന്നു വന്നത്. അദ്ദേഹം പ്രസംഗം ആദ്യത്തെ വരി എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയും പിന്നീട് അവസാന ഭാഗത്തേക്ക് നമുക്ക് പോകാം എന്ന് പറയുകയും ചെയ്ത് ആ അവസാന ഭാഗത്തെ 2 വരികൾ മാത്രം വായിച്ചുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആ സെക്കൻഡിൽ, പ്രസംഗം അവസാനിപ്പിച്ച സെക്കൻഡിൽ തന്നെ അദ്ദേഹം വേദി വിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു.